ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ടോം ജോസഫുമായുള്ള BD സതീശൻ്റെ ഇൻ്റർവ്യൂവിനെ ആസ്പദമാക്കി മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ ചെയ്ത ഒരു പോഡ്കാസ്റ്റിന് അനുബന്ധമായാണ് ചെയ്യുന്നത്. കുറേ ഭാഗങ്ങൾ മാത്രമേ അദ്ദേഹം കാണിച്ചുള്ളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, ഏത് സംരംഭത്തെയും മുടക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള തൊഴിലാളി സംഘടനകളെ എങ്ങനെയാണ് BD സതീശൻ നേരിടുന്നത്? വ്യവസായങ്ങൾ കൊണ്ടുവരാൻ BD സതീശൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ രീതിയിലാണ് വ്യവസായങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുകയും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെ ഇലക്ഷൻ്റെ ഭാഗമാക്കുകയും ചെയ്യുമ്പോഴും മുസ്ലിം ലീഗിന് പ്രധാന വകുപ്പുകൾ, വ്യവസായം, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ നൽകുമ്പോഴും ഇവിടെ മുസ്ലിം പ്രീണനമല്ലേ BD സതീശൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? 6.5 ലക്ഷം കോടി കടത്തിലാണ് ഇപ്പോൾ കേരളം. ഈ കടം നികത്താൻ BD സതീശന് എന്താണ് പ്ലാൻ? വെറും സ്വർണ്ണക്കടക്കാരിൽ നിന്ന് ടാക്സ് പിരിച്ചാൽ മാത്രം ഈ കടം നികത്താൻ സാധിക്കുമോ? തീരപ്രദേശം ഏതാണ്ട് 600 കിലോമീറ്റർ ഉള്ള തീരപ്രദേശത്ത് തീരശോഷണം തടയാൻ BD സതീശൻ്റെ പ്ലാൻ എന്താണ്? അതിന് എത്ര കോടി രൂപ ചിലവാകും? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഭരണത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്ന BD സതീശനോട് പൊതുജനങ്ങൾക്കുള്ളത്. ഇത് വാസ്തവത്തിൽ 5 വർഷം നിങ്ങൾ മോഷ്ടിക്കുക, 5 വർഷം ഞങ്ങൾ മോഷ്ടിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം എന്നുള്ളൊരു നയമാണോ BD സതീശൻ്റെ? ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ രക്ഷപ്പെടുത്താൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ BD സതീശൻ്റെ പ്ലാനുകൾ? അതോ വെറും പോട്ട് കാൾ ദ കെറ്റിൽ ബ്ലാക്ക് എന്നുള്ള നയമാണോ സ്വീകരിക്കാൻ പോകുന്നത്? ഇത് പൊതുജന